ആഹാ, എല്ലാവരും അതിരാവിലെ എഴുന്നേറ്റ് നടയിൽ തന്നെ ഫോളൻ ആയിട്ടുണ്ടല്ലോ. നന്നായി. ഇനിയിപ്പോ ആരും ഇങ്ങനെ മിഴിച്ചു നിൽക്കണ്ട. വീട്ടിലെ മകളും മരുമകനും ആദ്യമായിട്ട് കയറി വരുമ്പോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനു വേണ്ട ഏർപ്പാടുകൾ വേണം. വിസ്മേ, മതി. നീ എന്താ ആളെ കളിയാക്കണോ? നാട് മുഴുവൻ അറിയിച്ച് നാണം കെടുത്തിയ ഇവരെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോ നിങ്ങളെല്ലാം അറിഞ്ഞല്ലേ? എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? അത് ഇത്ര രാവിലെ? ഞാനാ പറഞ്ഞത്. ഇൻസ്റ്റയിൽ ഹോട്ടലിൽ നിന്ന് ഇവരെ ഇറക്കിക്കൊണ്ടുപോകുന്ന മനോഹരമായ വീഡിയോ ഉണ്ടായിരുന്നു. നാട്ടുകാർ മുഴുവൻ കാണുമ്പോ വീട്ടുകാരെ കാണിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാ മൂത്ത മകൾ ഉണ്ടാക്കി വെച്ച സൽപ്പേര് ഞാൻ എല്ലാരെയും വിളിച്ചറിയിച്ചത്. അത് നന്നായി. ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എല്ലാവർക്കും എല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യണം. അത്ര തന്നെ. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇത്രയും ഒളിച്ചു വെച്ചാ ഇവളെ ഇനി പടി കയറ്റണ്ടെന്നാ തീരുമാനം. സുമംഗലേ, അങ്ങനെ എടുത്തിയാടി ഒന്നും തീരുമാനിക്കരുത്. മാഷെ മിണ്ടരുത്. നാലാളറിയെ നമ്മൾ ഈ കല്യാണം നടത്താൻ നോക്കി, മുടങ്ങി. വീണ്ടും നമ്മൾ ശ്രമിച്ചപ്പോ ഇവന്റെ വീട്ടുകാർക്കല്ലേ വലിയ അഹങ്കാരമായിരുന്നത്. എന്നിട്ട് ഒടുക്ക ഹോട്ടലില് നാണം കെടുത്താനായിട്ട്. ഇപ്പൊ സരോജിനിയുടെ തറവാടിത്തവും അഭിമാനവും ഒക്കെ എവിടെ പോയിന്നാ അറിയാത്തത്. എന്റെ മുത്തശ്ശി, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവര് രണ്ടാളും മുൻപേ തന്നെ രഹസ്യമായിട്ട് കല്യാണം കഴിച്ചവരാ. നമ്മൾ അറിഞ്ഞില്ലെന്ന് മാത്രം. അതെ, നിങ്ങൾ ഇനിയും സംശയിച്ചു നോക്കണ്ട. ഏട്ടത്തി ഫോട്ടോ കണ്ടുവെന്ന് പറഞ്ഞത് സത്യമാണ്. നാട്ടുകാരും നമ്മളും അറിഞ്ഞില്ലെന്ന് വെച്ച് രേഖാമൂലം കല്യാണം കഴിച്ചവര് ഹോട്ടലിൽ മുറി എടുക്കുന്നത് ഒരു കുറ്റമൊന്നും അല്ല. അതുകൊണ്ട് അതൊരു പ്രശ്നമാക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. പിന്നെ സോഷ്യൽ മീഡിയ അതതിന്റെ വഴിക്ക് പോട്ടെ. ആര് വകവയ്ക്കുന്നു? ഇനി ഇവരെ ഇവിടെ കേറ്റണോ ഇറക്കി വിടണോന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അവരാദ്യം പോവേണ്ടത് ഹരിയേട്ടന്റെ വീട്ടിലേക്കല്ലേ? അതെ, അതല്ലേ ശരി. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്? അമ്മേ, അവരെവിടെ ആദ്യം പോണോന്ന് അവര് തീരുമാനിക്കട്ടെ. ഇവിടെ കയറ്റാൻ നമുക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ ഒരു തടസ്സവും ഇല്ല. അമ്പലനടയിൽ വെച്ച് ഒഫീഷ്യലായിട്ട് താലി കെട്ടി നടന്ന സ്ഥിതിക്ക് ഈ കല്യാണം സാധുവായതാ. ഇനിയിപ്പോ ഇവര് ഹരീന്ദ്രന്റെ വീട്ടിൽ പോയാലും പിന്നീട് ഈ വീട്ടിലേക്ക് വരേണ്ടതല്ലേ? നിങ്ങൾ വാ പിള്ളേരെ. ഞാനാ ഇലഞ്ഞിക്കലെ കാരണവര്. ഞാൻ അംഗീകരിച്ചാൽ ഇവരും അംഗീകരിച്ചോളും. നിങ്ങൾ വാ. എല്ലാത്തിനും കാരണം നീയാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഏട്ടത്തിയുടെ കാര്യം പോക്കാം. വല്യേച്ചിയുടെ ആ നോട്ടം കണ്ടില്ലേ? എത്രയും പെട്ടെന്ന് ഏട്ടത്തി ഇവിടുന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ. ആ താക്കീതാണ് ആ നോട്ടത്തിൽ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഞാൻ പറഞ്ഞത് മാത്രം.